ശുശ്രൂഷയിൽ നിസ്സംഗത നേടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് തെളിയിക്കും. അതാണ് നമ്മുടെ പ്രസംഗത്തിന്റെ വിഷയം. ആദ്യമായി നിസ്സംഗത എന്താണ്? നിസ്സംഗത എന്ന് പറയുമ്പോൾ താല്പര്യക്കുറവാണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു ഉന്മേഷം പിന്നീട് ഉണ്ടാവാതിരിക്കുക. അതാണ് നമ്മൾ ഈ ശുശ്രൂഷ ഏർപ്പെടുമ്പോഴും നമ്മുടെ ചിലപ്പോൾ താല്പര്യക്കുറവ് ബാധിക്കാനായിട്ട്. ഇപ്പം അതിനുള്ള ചില കാരണങ്ങൾ പറയുന്നത്, ഒന്ന്, നമുക്ക് ചിലപ്പോൾ ചില എതിർപ്പുകൾ നേരിട്ടേക്കാം, അല്ലെങ്കിൽ ആക്രമണങ്ങൾ നേരിട്ടേക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡിയൊക്കെ കണ്ടെത്താൻ വേണ്ടിയായിരിക്കും ശുശ്രൂഷയ്ക്ക് പോകുന്നത്. പക്ഷെ നമുക്ക് ഒരു സ്റ്റഡി കണ്ടെത്താൻ പറ്റാത്തപ്പോൾ നമുക്ക് അതിന്റെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് തീർച്ചയായും നമ്മുടെ ശുശ്രൂഷയുടെ താല്പര്യക്കുറവ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ നിസ്സംഗത നേരിട്ടപ്പോൾ യഹോവയിൽ ആശ്രയിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാം. ബൈബിളിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം യിരെമ്യാ പ്രവാചകനാണ്. നമ്മൾ യിരെമ്യാ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ്. യഹൂദ എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്തിന്റെ അവസാന കാലത്ത് വളരെയധികം കലാപങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു കാലഘട്ടത്താണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചിരുന്നത്. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വിശ്വാസം പരിശോധിക്കപ്പെട്ടു. ഒരുപാട് വിഷാദം തോന്നിയെങ്കിലും അദ്ദേഹം തന്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറിയില്ല. അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ബാരൂക്കിന് വരെ മടുപ്പ് തോന്നി. എന്നാൽ യിരെമ്യാവ് മടുക്കാതെ തീക്ഷ്ണമായി പ്രവർത്തിച്ചു. നമുക്ക് ബൈബിൾ വാക്യം വായിക്കാം. യിരെമ്യാവ് 17:7-8 ഇങ്ങനെ വായിക്കുന്നു: യഹോവയിൽ വിശ്വാസം അർപ്പിക്കുന്ന മനുഷ്യൻ അനുഗ്രഹീതൻ. അയാളുടെ ആശ്രയം യഹോവയിലല്ലോ. അയാൾ നദീതീരത്ത് നട്ടിരിക്കുന്ന മരം പോലെയാകും, വെള്ളത്തിലേക്ക് വേരോട്ടമുള്ള ഒരു മരം. വേനൽ ചൂട് അയാൾ അറിയുന്നതേയില്ല. അയാളുടെ ഇലകൾ എപ്പോഴും പച്ചയായിരിക്കും. വരൾച്ചയുടെ കാലത്ത് അയാൾക്ക് ഉത്കണ്ഠയില്ല. അയാൾ എന്നും ഫലം കാഴ്ചകൊണ്ടേയിരിക്കും. ഈ വാക്യത്തിൽ പറയുന്നത്, ഈ വാക്യത്തിൽ നമുക്കൊരു നദി കാണാൻ കഴിയും, അതുപോലെ തന്നെ ഒരു മരം കാണാൻ കഴിയും, വേനൽ ചൂട് കാണാൻ കഴിയും. ഇവിടെ മരം പ്രതിനിധാനം ചെയ്യുന്നത് യിരെമ്യാ പ്രവാചകൻ തന്നെയാണ്. നദി, അതായത് ജീവനുള്ള നദി എന്ന് പറയുന്നത് യഹോവയുടെ വചനത്തിലാണ്. വേനൽ ചൂട് എന്ന് പറയുമ്പോൾ പ്രതികൂല സാഹചര്യമാണ്. വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന ഒരു മരം അത് തഴച്ചു വളരും. അത് വരൾച്ച ഉണ്ടായാലും അത് തഴച്ചു വളർന്നുകൊണ്ടേയിരിക്കും, ഫലം കാഴ്ചകൊണ്ടേയിരിക്കും. വരൾച്ച ഉണ്ടായാലും നദിയിൽ നിറയെ വെള്ളം ഉണ്ടെങ്കിൽ ഈ മരത്തിന് പ്രത്യേകിച്ച് വാട്ടമൊന്നും സംഭവിക്കില്ല, ഫലം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നദിയിൽ ജലം ഉണ്ടായിരിക്കും. പരിഹാസികൾക്ക് അവൻ ചെവി കൊടുത്തില്ല. യഹോവ പറഞ്ഞതെല്ലാം അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. നമുക്ക് ഒരു ബൈബിൾ വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ 1:1-3 വരെയുള്ള ഇങ്ങനെ വായിക്കുന്നു: ദുഷ്ടന്മാരുടെ ഉപദേശമനുസരിച്ച് നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇവിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ സന്തുഷ്ടൻ. യഹോവയുടെ നിയമമാണ് അവന് ആനന്ദം പകരുന്നത്. അവൻ അത് രാവും പകലും മർമ്മസ്വരത്തിൽ വായിക്കുന്നു. നീർച്ചാലുകൾക്കിടയെ നട്ടിരിക്കുന്ന കൃത്യസമയത്തിന് കായ്ക്കുന്ന ഇലകൾ വാടാത്ത ഒരു മരം പോലെയാണ് അവൻ ചെയ്യുന്നതെല്ലാം സഫലമാകും. കണ്ടോ, ഇവിടെ പറയുന്നതനുസരിച്ച് ഇവിടെ ഒരു നീർച്ചാലിന്റെ അടുത്ത് നട്ടിരിക്കുന്ന മരത്തിനെ കുറിച്ച് പറഞ്ഞു. അതും ഇതുപോലെ തന്നെയാണ്. നീർച്ചാലിന്റെ അടുത്ത് നട്ടിരിക്കുന്ന മരം വരൾച്ച വന്നാലും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ യഹോവയെ ആശ്രയിക്കുകയാണെങ്കിൽ, ഈ നിസ്സംഗത നേരിടുമ്പോൾ യഹോവയെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്കത് തരണം ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രവർത്തിക്കാൻ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്ക് ഇത് വലിയൊരു സഹായമായിരിക്കും. അതുപോലെ തന്നെ ബാക്കി വേറെ എന്തൊക്കെ സഹായം യഹോവ നമുക്ക് നൽകുന്നുണ്ട് എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ആദ്യമായി തന്നെ ഒന്ന് ബൈബിൾ തന്നിരിക്കുന്നു. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് നിസ്സംഗത തരണം ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ വിശ്വത്തിന് വിവേകീയമായ അടിമ നൽകുന്ന ധാരാളം ആത്മീയ ഭക്ഷണം നമുക്കുണ്ട്. അതും നമുക്ക് സഹായം ചെയ്യും. അതുപോലെ തന്നെ കൺവെൻഷനും മീറ്റിങ്ങിലും നമുക്ക് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. അവർ നൽകുന്ന പിന്തുണയും സൗഹൃദവും എല്ലാം ഈ താല്പര്യം, അതായത് നിസ്സംഗത തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇവയെല്ലാം ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് നിസ്സംഗതയെ കുറിച്ചാണ്. നിസ്സംഗത നേരിടുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത് യഹോവയാണ്. അതുപോലെ തന്നെ യിരെമ്യായെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നിസ്സംഗതയെ മറികടക്കാൻ യഹോവയെ ആശ്രയിച്ച യിരെമ്യാവ് ഒരു നദിയുടെ കരയിൽ നിൽക്കുന്ന മരത്തിനോടാണ് ഒന്നിച്ചിരിക്കുന്നത്. വരൾച്ച വന്നാലും അതിനൊരു വാട്ടവും പറ്റില്ല, അത് ഫലം കാഴ്ചകൊണ്ടിരിക്കും. അതുപോലെ തന്നെ യഹോവയെ ആശ്രയിക്കുകയും യഹോവ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിസ്സംഗതയെ നേരിടാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും യഹോവയെ ആശ്രയിക്കും.